ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈസ് വേൾഡ്. ഇന്ന് നല്ലൊരു നാടൻ ഞണ്ട് റോസ്റ്റ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണുക. ഞാനിവിടെ ഞണ്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞണ്ടിൻ്റെ മിഡിൽ പോർഷനും വലിയ കാലും മാത്രമേ ഞാനിന്നിപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് ആദ്യം കുക്കറിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 3 വിസിൽ കുക്കറിനനുസരിച്ച് നല്ലപോലെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കടിച്ചെടുക്കാനും പറ്റും. ഇനി നമുക്ക് വേണ്ടത് അതിനായിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3ഉം കൂടെ നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. ആ തക്കാളിയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാൻ ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ആക്കണ്ട കേട്ടോ. അതിന് ആദ്യമേ നമ്മൾ ആ പാനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കറി മസാലപ്പൊടി, കുരുമുളക് പൊടി ഞാൻ ഇടുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഞണ്ടിൽ നമുക്ക് അധികം എരി പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ നമ്മൾ വേവിച്ച സമയത്ത് കുരുമുളക് പൊടി ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കുരുമുളക് പൊടി ഇടാത്തത്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണയിൽ നല്ലതുപോലെ നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷമാണിപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടികൾ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തീ കൂടി കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഈ കൂട്ടിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഈ മസാലയിലിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറിയില്ലെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ പച്ചമണം മാറുന്നവരെ നമ്മൾ ഒരു 10 മിനിറ്റോളം നമ്മൾ ആ ചെറിയ തീയിലിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ടും അതിൻ്റെ വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റോട് കൂടി ആയി കിട്ടും. ഇനി കുറച്ച് ഉപ്പോട് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമേ വേവിക്കുന്ന സമയത്ത് മാത്രമേ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉപ്പ് എന്തായാലും കുറവായിരിക്കും. ഉപ്പ് നോക്കിയിട്ട് വേണം എല്ലാവരും ഇടാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇട്ടാൽ മതി, മല്ലിയില ഉള്ളവർ മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ രുചി കൂടും. അത് വേണ്ടിയിട്ടാണ് മല്ലിയില ഇടുന്നത്. നമ്മുടെ കറിവേപ്പില ഇടുവാണെങ്കിൽ നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ഞണ്ട് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന കറികളില്ലേ, അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെയാണ് കറി വെക്കുന്നത്. അപ്പം നമുക്ക് നല്ല ചാറോട് കിട്ടിയുള്ള കുറുകിയ നല്ല ഞണ്ട് ക്രാബ് റോസ്റ്റ് റെഡിയാക്കി കിട്ടും. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല നോൺ വെജ് ഡിഷും മറ്റ് ഡിഷുകളും എൻ്റെ വ്ളോഗും ഒക്കെ കാണണമെന്നുള്ളവർ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.